അപ്പോൾ ബിഗ് ബോസ് ഈ കഴിഞ്ഞ ദിവസം ആര്യനെ എവിക്റ്റഡ് ആക്കിയതിന് പുറകെ ഒരുപാട് വിമർശനങ്ങളാണ് ഈ ബിഗ് ബോസിനെതിരെയും അതുപോലെ തന്നെ അതിന്റെ അണിയറ പ്രവർത്തകരെതിരെയും വ്യാപകമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ മുൻ ബിഗ് ബോസ് താരങ്ങളായ ആൾക്കാരടക്കം, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ തന്നെ പങ്കെടുത്ത് പുറത്തുപോയ മസ്താനി എന്ന് പറയുന്ന മത്സരാർത്ഥി അടക്കം ഇതിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഇത് ശരിക്കും ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് തന്നെ ലാലേട്ടൻ തന്നെ തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ ഈ ഷോ തുടങ്ങി വെച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് പൊതുജനങ്ങളോട് പറഞ്ഞത്, നമുക്ക് അതുകൂടി കേൾക്കാം. ഇന്ന് ഒരാൾ കൂടി ഈ വീടിനോട് യാത്ര പറഞ്ഞു പോകും. നിങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ്. അർഹിക്കുന്ന മത്സരാർത്ഥികൾക്കായി മാത്രം നിങ്ങളുടെ വോട്ടുകൾ നൽകുക. വെൽ പ്ലേഡ് മാൻ. വളരെ നന്നായിട്ട് ആര്യൻ കളിച്ചു. അപ്പോൾ തുടക്കത്തിൽ തന്നെ തെറ്റ് സമ്മതിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അർഹരായ ആൾക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ആര്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ നല്ല ഒരു മത്സരാർത്ഥിയാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു വെക്കുകയാണ്. പിന്നെ എന്ത് പറ്റി എന്ന് ലാലേട്ടൻ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനെ തന്നെ അറിയാം ഇതൊരു PR വർക്കിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകുന്നത് എന്ന് 100% ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ. തീർച്ചയായിട്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ബിഗ് ബോസ് സീസൺ തന്നെ അത്ര നല്ല ഒരു മത്സരാർത്ഥികൾ ഒന്നും തന്നെ പങ്കെടുത്ത ഒരു സീസൺ ആയിരുന്നില്ല ഇത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനകത്തുള്ള ആൾക്കാർ ഇപ്പോൾ തീർച്ചയായിട്ടും ആര്യൻ്റെ അത്ര റിസർവ്ഡ് ആയ ആൾക്കാരാണോ അതിനകത്തുള്ളത് എന്ന് പോലെ സംശയം നമുക്ക് തോന്നിപ്പോകാം. തീർച്ചയായിട്ടും ഒരു അവസാനത്തെ 5 മത്സരാർത്ഥികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരാളെ വരാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു നമ്മുടെ ആര്യൻ. കാരണം ഫിസിക്കൽ ടാസ്ക് ആയാലും മറ്റ് ടാസ്കുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. പിന്നെ എന്താണ് പറ്റിയത് എന്ന് ലാലേട്ടന് വരെ മനസ്സിലാവുന്നില്ല. അത്തരം കാര്യങ്ങളാണ്. കാരണം ഈ PR വർക്കുകൾ കൊണ്ട് അത്തരം ആൾക്കാർ പുറത്തുനിന്ന് വാരിക്കൂട്ടുന്ന ഒരുപാട് ബോട്ടുകൾ തീർച്ചയായിട്ടും ലാലേട്ടന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു നിലയിലാണ്. കാരണം അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എവിക്ഷൻ പരിപാടികൾ പുറത്തേക്ക് പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് പോലെ തന്നെയാണ് നിങ്ങളൊക്കെ ബിഗ് ബോസ് ചാനലിൽ വീഡിയോ കണ്ടു പോകുന്നത്. കാരണം നിങ്ങൾ ആരും അത്തരം ആൾക്കാർക്ക് യഥാർത്ഥ അർഹിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാത്ത പക്ഷം ഈ PR ഗ്രൂപ്പുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇരുന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യുകയാണ്. അപ്പം അവർ ഡിസർവ്ഡ് അല്ലെങ്കിലും തീർച്ചയായിട്ടും അതിനകത്ത് കയറിക്കൂടുകയാണ്. ഈ അനുമോളെയൊക്കെ സംബന്ധിച്ച് ആര്യം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ 100% സത്യമാണ്. തീർച്ചയായിട്ടും ഒരു അർഹിക്കുന്ന കണ്ടസ്റ്റൻസ് ആണോ എന്ന് പോലും എനിക്ക് പല ഗെയിമുകൾ കാണുന്ന സമയത്തും അതുപോലെ തന്നെ അവിടുത്തെ സംസാരങ്ങൾ കാണുന്ന സമയത്തും എല്ലാം തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അവർ അത്തരം കാര്യങ്ങൾ കൊണ്ട് അതിനകത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇതിനു മുന്നേ ബിഗ് ബോസിൽ വന്ന് പോയ മത്സരാർത്ഥിയായ നമ്മുടെ മസ്താനി കുറച്ച് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഒരു എവിക്ഷനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് ടു സീ ദിസ് അബൌട്ട് ആര്യൻസ് എവിക്ഷൻ. ഇറ്റ് വാസ് ക്ലിയർലി ആൻ അൺഫെയർ എവിക്ഷൻ. അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമറാണ്. ആൻഡ് ടോപ്പ് 5 എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഇരുന്ന ഒരു ഗെയിമറാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം, നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ആണ്. ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട്. ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുക്കിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന സിനാരിയോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഈ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് എനിക്കിത് പറയണം എന്ന് തോന്നി. എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സെലക്ഷൻ. ആര്യൻ ടോപ്പ് 5 വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു. ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ. ആര്യനേക്കാൾ മുന്നേ എവിക്റ്റായി പോകേണ്ട പല ആളുകളും അതിൻ്റെ അകത്ത് നിന്നിട്ടും ആര്യൻ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് PR സ്റ്റണ്ട്. ദയവേത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും PR സ്റ്റണ്ടിൽ നിങ്ങൾ വീടരുത്. നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും PR ബേബി കപ്പെടുക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. കാരണം അവർക്ക് കിട്ടിയ മഹാ മോഹിനി എന്ന് പറയുന്ന കഥാപാത്രത്തെയായാലും അതിനുശേഷം കിട്ടിയ ക്യാപ്റ്റൻസി ആയാലും അതിനുശേഷം കിട്ടിയ എല്ലാ ഫിസിക്കൽ ടാസ്കുകളും എല്ലാം വളരെ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ആര്യം കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ലെവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കോമഡി കഥാപാത്രമായിട്ടും അവിടെ നിന്ന് കാട്ടിക്കൂടുന്ന കോമാളിത്തരങ്ങൾ എന്നല്ലാതെ ടാസ്കിന്റെ കാര്യത്തിലെല്ലാം വളരെ വലിയൊരു വീഴ്ചയാണ് അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിട്ട് പോലും
നമ്മുടെ ആര്യന് ബോട്ടുകളൊന്നും തന്നെ കിട്ടുന്നില്ല, പുറത്തേക്ക് പോകാനാണ് നിൽക്കുന്നത്. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് PR വർക്കുകൾ സജീവമായിട്ട് പ്രവർത്തന രംഗത്തില്ല. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം മസ്താനി പറയുന്നത് ഏതെങ്കിലും ഒരു PR ബേബി കപ്പും തൂക്കി പോകും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിസർവ്ഡ് ആയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിലയിരുത്തി വോട്ട് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരം സീസണുകളെല്ലാം തന്നെ, കഴിഞ്ഞ സീസണായാലും അതിന് മുമ്പത്തെ സീസണെല്ലാം ഇത്തരം അവസ്ഥകളിലൂടെയാണ് ബിഗ് ബോസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും റിസർവ്ഡ് ആയ ആൾക്കാരെ നോക്കിക്കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഏറ്റെടുക്കണം. അല്ലാത്ത കാലത്തോളം ഇത്തരം ടാസ്കുകളിൽ പണവും വാരി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമും ലാലേട്ടനും ചെയ്ത തെറ്റായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ട് നെവിൻ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന രീതിയിൽ ലാലേട്ടൻ ഇതിന് മുന്നേ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. ശിക്ഷയുണ്ടെന്ന് നിങ്ങൾ നോമിനേഷനിൽ വന്നിരിക്കുന്ന ഒരാളാണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ നോമിനേഷനിൽ നിന്ന് 5-ൽ വന്നാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള ബെനിഫിറ്റ് ഞാൻ. അപ്പോൾ ഈ ഒരു കാര്യം 100% തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിഭാഗം. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ഏകദേശം 84ഓളം ദിവസം ബിഗ് ബോസിനകത്ത് പിടിച്ചു നിന്ന ഒരു മത്സരാർത്ഥിയാണ് നെവിൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PR-ന്റെ ബലത്തോലായാലും അല്ലെങ്കിലുമെല്ലാം അദ്ദേഹം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. തീർച്ചയായിട്ടും അത്തരം ടാസ്കുകളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കിയത് തെറ്റായ ഒരു നടപടി, 100% തെറ്റായ ഒരു നടപടി തന്നെയാണ്. അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്ന ഒരു മത്സരാർത്ഥി എന്ന നിലക്ക് അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു തീർച്ചയായും അനുമതി കൊടുക്കേണ്ടതായിരുന്നു. ഇതിനെ മുന്നേ നിങ്ങൾക്ക് കാണാം നമ്മുടെ അനുമോൾ ഉയർത്തിയ പരാമർശങ്ങൾ ആര്യനെതിരെയും ജിസൈലിനെതിരെയും, അതിനുശേഷം ലാലേട്ടൻ സ്വീകരിച്ച ശിക്ഷാ നടപടി എന്ന് പറഞ്ഞാൽ ത്രൂ അവരെ ഒരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഇട്ടു എന്നല്ലാതെ ബാക്കി യാതൊരുവിധ തരത്തിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് നമ്മൾ കണ്ടിരുന്നില്ല. സദാചാരം പറഞ്ഞിങ്ങനെ നടന്നതിന് എല്ലാം കൊടുത്ത ശിക്ഷ അത് മാത്രമായിരുന്നു. എന്നാൽ നെവിന് പല ശിക്ഷകൾ കൊടുത്തതിന് പിന്നാലെ ജയിൽ ടാസ്കിന് പുറത്ത് അദ്ദേഹം കൊടുത്ത വലിയൊരു ശിക്ഷയായി പോയി ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അത് ബിഗ് ബോസ് പിൻവലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ വിനീതമായ ഒരു അഭിപ്രായം. അതിനെല്ലാം തീർച്ചയായിട്ടും നെവിൻ അതൊന്നും ചെവിക്കൊള്ളുന്ന ഒരു മട്ടില്ല എന്നാണ്. പണപ്പെട്ടി ടാസ്കിൽ ഞാൻ പങ്കെടുക്കും എന്ന രീതിയിൽ തന്നെയാണ് നെവിൻ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണപ്പെട്ടി ടാസ്കിന് പകരം പണപ്പെരുമയ എന്നുള്ള ഒരു ടാസ്കാണ് ഇന്ന് ബിഗ് ബോസ് ഇന്ന് രാവിലെ തന്നെ കൊടുത്തത്. അതിൽ നെവിൻ പങ്കെടുക്കുകയും കിട്ടിയ കാശുകളെല്ലാം തന്നെ വാരി ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. വീണ്ടും അവരുടെ റെഗുലേഷൻസ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ ഇപ്പോൾ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ആ കിട്ടുന്ന പണം അദ്ദേഹം വാരി ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പണം മറ്റുള്ളവരെടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും അദ്ദേഹത്തിന് അത് കിട്ടില്ല എന്ന് നെവിന് 100% അറിയാം. തീർച്ചയായിട്ടും ഇതൊരു വിവേചനപരമായ ഒരു കാര്യമായി പോയി എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി തീർച്ചയായിട്ടും ഇതിൽ അർഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എവിക്റ്റഡ് ആകാനുള്ള ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അദ്ദേഹത്തിന് നമ്മുടെ എയർപോർട്ടിൽ ഇന്നലെ പൊതുജനം നൽകിയ ഒരു സ്വീകരണം തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഞെട്ടിച്ചു. നിങ്ങളാണ് യഥാർത്ഥ വിന്നർ, നിങ്ങളെയാണ് യഥാർത്ഥ ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ജയ് വിളിച്ച് അവിടെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ, നമുക്കതിൻ്റെ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. ഏതൊരു മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പണം യശസ്സും മാത്രമല്ല ജനങ്ങളുടെ സ്നേഹമാണ്. അത് തീർച്ചയായിട്ടും നമ്മളെ ആര്യൻ കഥോരി എന്ന് പറയുന്ന മത്സരാർത്ഥികൾക്ക് മലയാളികൾ കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. അത്രയ്ക്കും ഊഷ്മളമായ ഒരു സ്വീകരണം തന്നെയായിരുന്നു. ഇത്രയും ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ റോബിനൊക്കെ കിട്ടുന്ന അതേപോലുള്ള ഒരു സ്നേഹം തന്നെയാണ് നമ്മുടെ ആര്യനും കിട്ടിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. യാതൊരു തർക്കവുമില്ല. ഇത് തന്നെയാണ് യഥാർത്ഥ വിന്നർ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അത് ഡിസേർവ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അവസാനത്തെ ഒരു 5 മത്സരാർത്ഥികളിൽ ഒരാളാകാനുള്ള എല്ലാ അർഹതയും എല്ലാ യോഗ്യതയുമുള്ള മത്സരം, യാതൊരു തർക്കവുമില്ല. വീണ്ടും നല്ല റിവ്യൂമായി വരുന്നവരെ നന്ദി, നമസ്കാരം.